എല്ലാ സ്നേഹം നിറഞ്ഞ സംസാരം ടി വിയിലെ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹത്തോടുള്ള കൂപ്പുകൈ. ഇന്ന് നമ്മൾ വീണ്ടും ഒരൈറ്റവുമായി നിങ്ങളെ സമീപിക്കുകയാണ്. ഇന്ന് നമുക്ക് ബീഫ് വരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ 1/2 കിലോ ബീഫ് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സഹോദരി പറയുകയുണ്ടായി ഉപ്പിട്ടില്ല എന്ന്. ഞങ്ങൾ എല്ലാം ചേർക്കുന്നുണ്ട്, പക്ഷേ കാണിക്കാൻ വിട്ടുപോയായിരിക്കും. എന്തായാലും ഞങ്ങളെ തിരുത്തി തന്നതിന് ഒത്തിരി നന്ദി. നിങ്ങളുടെ കമൻസിന് ഞങ്ങൾ മാനിക്കുന്നു. ഇതിൽ ചേർക്കാനായിട്ട് നമ്മൾ ഒരുക്കി വച്ചിരിക്കുന്ന ഐറ്റംസ്: ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ജീരകവും ഇതും കൂടി വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഗരം മസാല. ഇത്രയും ഐറ്റംസ് നമ്മൾ ചേർക്കുന്നു. ഒപ്പം ചെറിയ ഉള്ളി, വലിയ ഉള്ളി, തക്കാളി. ഇതൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ള ഐറ്റംസ്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ആദ്യമായി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. നിങ്ങൾ പറഞ്ഞത് അനുസരിച്ച് ആദ്യമേ ഉപ്പും 1 സ്പൂണ് ഉപ്പ് ഇടുകയാണ്. വലിയ സവാള ഒരെണ്ണം, ചെറിയ സവാള 5-8 ചെറിയ ഉള്ളി, അതും ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ കുഴച്ച് പിടിക്കാം. നന്നായിട്ട് തിരുമ്മി ചേർക്കാം. ഈ കുഴച്ച ഈ ഇറച്ചിയും ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇറച്ചിയുടെ വിസിൽ തയ്യാറാവുമ്പോഴത്തേക്കും നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് മസാല തയ്യാറാക്കാം. ഇതാ മുഴുവൻ ഇതല്ല, ഞങ്ങൾ പൊടിച്ചാണ് വെച്ചിരിക്കുന്നത്. വീട്ടിൽ പൊടിച്ചതാണ്. അതുകൊണ്ട് കുരുമുളക് ഇതാ ഇതിനകത്തോട്ട് ഇടുകയാണ്. അതിനോടൊപ്പം പെരിഞ്ജീരകവും രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ ഞങ്ങൾ അതിനെ വറുക്കുകയാണ്. ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ ഗരം മസാല, അത് ഒരു മുഴുവനും വേണ്ട. ഇത് മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ചട്ടി ചൂടായി. നമുക്ക് ഇനി ചിലർ കൂടുതൽ എണ്ണ ഉപയോഗിക്കും, ചിലർ കുറച്ചായിരിക്കും. നമുക്ക് വെളിച്ചെണ്ണ കുറച്ച്
ഒരു ഉദ്ദേശം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഒഴിക്കുക. ഞാനൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വീട്ടിൽ ചതച്ച് ഉണ്ടാക്കിയതാണ്, പേസ്റ്റാക്കിയത്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഉദ്ദേശം ആകാം. ഇതിൻ്റെ എത്ര എണ്ണ വന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്കൊരു ഉദ്ദേശം വെച്ചിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും ആ കണക്കിന് നമ്മൾ എടുത്ത് പേസ്റ്റാക്കി വയ്ക്കുക. രണ്ട് ഇടത്തരം തക്കാളി മുറിച്ചതാണ്, നമുക്ക് അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ അതിനെ ലയിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെന്തുടയുമ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുന്നത്. ഇങ്ങനെ കഷ്ണമായിട്ട് കിടന്നാൽ അതിനൊരു സുഖം ഉണ്ടാവില്ല, അതിൽ പിടിക്കത്തില്ല. അതുകൊണ്ട് നമുക്കിതിനെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പൊടിച്ച് വെച്ചേക്കുന്ന മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അത് അരിഞ്ഞ് ചേർന്ന് നല്ല കുഴമ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഇറച്ചി വേവിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എത്ര വെള്ളം കുറച്ച് നമ്മൾ വെച്ചാലും ആ സവാളയുടെയും ബീഫിൻ്റെയും വെള്ളമൊക്കെ അതിനകത്തു. പിന്നെ നമ്മൾ വെള്ളവും ഒഴിച്ചു, അപ്പോൾ കുറച്ച് വെള്ളമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് വറ്റിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില നല്ല ഗുണമുള്ളതാണ്, മണമുള്ളതാണ്. ഇച്ചിരി കറിവേപ്പിലയും കൂടി നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തിന്നുന്നത് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് നോക്കാം. ബീഫും തീർച്ചയായിട്ടും ചപ്പാത്തിക്കും നന്നായിരിക്കും, ചോറിനും നന്നായിരിക്കും, അപ്പത്തിനായിരുന്നാലും എന്തിനായിരുന്നാലും നല്ല കുരുമുളകിൻ്റെ ആ എരിവും അതിൻ്റെ ആ മസാലയുടെ മണവും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടും, തീർച്ചയാണ്. അടിപൊളിയായിട്ടുണ്ട് അമ്മച്ചി, ഒരു രക്ഷയില്ല. ഓക്കെ, ഇതെല്ലാവരും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈഫിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ്. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം, എന്നാലാണ് ഈ ടേസ്റ്റ് കിട്ടുന്നത്. നാടൻ മസാലകളോടുകൂടി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് അതിന് വരട്ടല്ലേ അമ്മച്ചി? അതെ, വരട്ടാണ്.
വളരെ നല്ല ഒരു ഇതാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് അതിനകത്ത് കിടക്കുന്ന ഉരുളക്കിഴങ്ങിനൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. എന്തുകൊണ്ടും ഒരു നല്ല ഇതാണ്. അത് മാത്രമല്ല ഉരുളക്കിഴങ്ങ് ഇട്ടപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെ കൂടി. നമുക്ക് വളരെ നല്ലൊരു വേറെ മറ്റൊരു ഐറ്റംസുമായിട്ട് നമുക്ക് വേറെ ഒരു എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതോടൊപ്പം നിങ്ങളുടെ കമൻസുകൾ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, തീർച്ചയായിട്ടും അഭിപ്രായം എഴുതാൻ മറക്കരുത്. ലൈക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്കത് കൂടുതൽ തിരുത്തി നിങ്ങൾക്ക് ഇഷ്ടപ്രദമായ വിധത്തിൽ ഞങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപ്പ് കുറഞ്ഞു പോയി, ഉപ്പിട്ടില്ലല്ലോ എന്നുള്ള ആ കമൻസിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഇതുപോലെയുള്ള എന്ത് കമൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. ഞങ്ങൾ അത് തിരുത്തി കൂടുതൽ നല്ല രീതിയിലാക്കിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഓക്കെ, പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും.